അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര ലവിലേക്കാണ്. ലവിലേക്ക് ലക്ഷ്യമായിട്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ച് ഏറ്റവും അവസാനം നമ്മൾ വഴിയൊക്കെ തെറ്റി വേറൊരു ലെവലിൽ വഴിയിലേക്ക് പോയി. നമ്മൾ സാധാരണ പോകുന്ന വഴിയിലല്ല ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത് ലവിലേക്കിൻ്റെ വേറൊരു എൻട്രൻസ് ആണ്. പക്ഷേ ഇവിടെ പ്രകൃതി രമണീയമായ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ സമ്മാനിച്ചിട്ടാണ് നമുക്ക് അങ്ങോട്ടൊരു എൻട്രി നമ്മുടെ ലവിലേക്ക് തന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ലവ് ലേക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പാർക്കിൻ്റെ ഏരിയയിൽ ഒറ്റ വണ്ടിയില്ല. വിൻ്റർ സീസണിലൊക്കെ ഇവിടെയൊക്കെ നല്ലോണം വണ്ടിയുള്ളതാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ജെഫ് ഹോബ്സിനെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് നമ്മുടെ പഴയ വീഡിയോയിലുണ്ട്. ഇത്രയും ചൂട് തുടങ്ങുന്ന സമയമായിട്ട് വരെ പച്ചപ്പിൽ പൊതിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ലവ് ലേക്കിൻ്റെ മുൻഭാഗവും സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോഴും അവിടെ ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഒറ്റ സഞ്ചാരികൾ ആരുമില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ലവ് ലേക്കിലെ മനോഹരമായ കാഴ്ച അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു മാനൊക്കെ അതിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ഹ്യൂമിഡിറ്റിയാണ്, നല്ല ചൂടാണ്, എക്സസീവ് ഹീറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കിയപ്പോൾ തേനീച്ചക്കൂടൊക്കെ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്നതിന് ശേഷം തണൽ തേടി കുറച്ച് നേരം മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. കുറച്ച് പക്ഷികളിങ്ങനെ വന്നിട്ട് അവർ ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നൈസായിട്ട് സ്കിപ്പായി അവിടെ നിന്ന് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ യാത്രകൾക്ക് നമ്മൾ വിരാമം ഇട്ടെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അതുകൊണ്ട് അവർ വേഗം ഓടി രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന്. അതിനെ സമ്മതിക്കണം. ഇത്രയും ചൂടിലുള്ള സമയത്തൊക്കെ ഇവിടെ കഴിയാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വേറെ ഫീലാണ്. അപ്പോൾ ഞങ്ങൾ അധികം നേരം അവിടെ ഇരുന്നില്ല. അവിടെ ഇരുന്നപ്പോൾ നല്ല ചൂട് കാറ്റ്, നല്ല പൊടിക്കാറ്റ് അടിച്ച് ഏറ്റവും അവസാനം നമ്മൾ ആകെ വലഞ്ഞു. കുട കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ നമ്മളിവിടെ നേരെ നടന്ന് സ്ട്രെയിറ്റ് പോയിട്ട് ഒരു സ്ഥലത്ത് പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അധികം നേരം നമ്മളവിടെ ഇരുന്നില്ല. നേരെ കാണുന്ന സ്ഥലം, അവിടെ ബാർബിക്യൂ ചെയ്യാൻ നല്ല സ്ഥല സൗകര്യമുണ്ട്. ഇപ്പോഴും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃക്ഷങ്ങളൊക്കെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അതിൻ്റെ നനവാണ്. ഏത് സമയത്തും അതിന് നല്ല നനവ് കിട്ടുന്നുണ്ടാവും. തടമൊക്കെ കൂട്ടി അതിൽ വെള്ളം വരാവുന്ന രീതിയിൽ എപ്പോഴും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഷോട്ട് വീണ്ടും വീണ്ടും എടുത്തത്. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ മുന്നത്തെ വർഷം നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ പോയത്. അതായത് ഈ കരയുടെ തൊട്ടപ്പുറത്തെ കര. അപ്പോൾ ഏകദേശം നല്ലൊരു സിമിലാരിറ്റി തോന്നി. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ആരും ഉണ്ടായിരുന്നില്ല. നല്ല പ്രൈവസി ആയിരുന്നു. നമുക്ക് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാനും ഇരിക്കാനും ഒക്കെ നല്ലൊരു പ്രൈവസിയുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അവിടെ ഒരു അല്പനേരം ഒന്ന് വിശ്രമിച്ചു. കുറേ നാളുകൾക്ക് ശേഷം റെസ്റ്റ് ചെയ്തൊരു സ്ഥലമായിരുന്നു. ഇവിടെ ബാർബിക്യൂ ചെയ്യാനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഉച്ചയ്ക്ക് വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. ഇനി ഇവിടെ വെള്ളമൊക്കെ ചെറുതായിട്ട് വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തടമൊക്കെ കൂട്ടി കഴിഞ്ഞപ്പോൾ അങ്ങനെ അതിന് പൈപ്പ് കൂട്ടിപ്പോയതാണ്. അവിടെ കുറച്ച് നേരം ചില്ലായിട്ടിരുന്നു. അപ്പോൾ നമ്മൾ ലവ് ലേക്കിനോട് താല്പര്യപ്പെട്ട് പറയുന്നത് ഭയങ്കര എക്സസീവായിട്ട് ഹീറ്റാണ്. അതുകൊണ്ട് ലവ് ലേക്കിൽ നിന്ന് നമ്മൾ പോകുന്നു. വണ്ടി കയറാൻ വേണ്ടി പോവുകയാണ്. ലവ് ലേക്കിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയൊരു സ്ഥലമാണ്. അവിടെ ഭയങ്കര വെയിലും ഭയങ്കര ചൂടാണ്. എനിക്ക് കുഴപ്പമില്ല. നമ്മൾ പിന്നെ ഇനി സന്ധ്യ ഇനി സമയമുണ്ട്. 5 മണിയായിട്ടുള്ളൂ കേട്ടോ. വൈകുന്നേരം 5 മണിയായിട്ടുള്ളൂ. ഇനി ഒരുപാട് സമയമുണ്ട് സന്ധ്യ. നമ്മൾ അടുത്ത ലൊക്കേഷൻ താണ്ടി പോവുകയാണ്. ഒരു ചായ കുടിച്ചില്ല വേണ്ടി പോവുകയാണ്. ഒരൊറ്റ മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും ഈ ഭാഗത്ത് വന്നിട്ടില്ല കേട്ടോ. ആൾക്കാരൊക്കെ ചിലപ്പോൾ വരും. വീക്കെൻഡിലാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരാറ്. പിന്നെ വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞല്ലോ, സമ്മർ തുടങ്ങിയാലും അതായിരിക്കും. നല്ല ഡ്യുവൽ വ്യൂവിൽ നമ്മളെങ്ങനെ കാണാമെന്നുള്ള കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ? ഡ്യുവൽ വ്യൂവിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടക്കുന്നതും നമുക്ക് സെൽഫിയിൽ കാണാൻ പറ്റുന്നതൊക്കെ സെറ്റായിട്ട് കാണാം. ഉണ്ടായിരുന്നു ലെവലൊക്കെ ഭയങ്കര ഹ്യൂമിഡിറ്റി, എക്സസീവായിട്ടുള്ള ഹ്യൂമിഡിറ്റി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് സത്യം. ഇനിയിപ്പോൾ ഇതിന് ഡബിൾ ആയിട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ജാഗരൂകരായിട്ടൊക്കെ വേണം ഡെസേർട്ട് സഫാരിക്കും ഇങ്ങനെയൊക്കെ ഔട്ട് സൈഡ് ക്യാമ്പിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്
നമ്മളിവരുടെ ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്തിട്ടില്ല, ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. ഈ പ്രാവശ്യം നടക്കുമെന്ന് അറിയില്ല. ഈ 2026 നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ വരാൻ വിചാരിക്കുന്നു. എൻ്റെ അവിടെ ഗിനിക്കോഴികൾ ഒരുപാട് ഇരിപ്പുണ്ട്, കണ്ടോ, ഇതായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ വേറെ സാധനമുണ്ട്, തത്തയാണോ? തത്തയല്ല, ഇത് കാട്ടുകോഴിയാണെന്ന് തോന്നുന്നു. തത്തയോ? അവിടെ പിന്നെ ആലയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് കണ്ടാണ്. ഞങ്ങൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആശ്വസിക്കും. നല്ല ഇതായി, ഈ ചൂട് സഹിക്കാൻ വയ്യാതെ തോന്നുന്നു. ഇതേപോലുള്ള സ്ഥലത്താണ് ഈ ചെറിയ പക്ഷി ഇരിക്കുന്നത്. ഞങ്ങൾ നടന്നു വന്ന വഴി. പക്ഷിക്കുഞ്ഞിന് ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ആശാത്തി അവിടെ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ചവിട്ടിപ്പോവും. അവിടെ സേഫായിട്ട് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വെള്ളം കുടിക്കട്ടെ, ഉണ്ടോ, വെള്ളമൊക്കെ വരുന്നുണ്ട്. വൈകുന്നേരം സമയം കൊണ്ട് തന്നെ എന്തായാലും സേഫായിട്ടിരിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ലവ് ലേക്കിലെ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് ആവുന്ന സീനാണ് കാണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ആവുന്ന വഴിക്ക് വന്നിട്ട് വരെ നമ്മൾ 2 പ്രാവശ്യം തെറ്റിപ്പോയി. ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഈ വിൻ്റർ കഴിഞ്ഞ് സമ്മറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള പക്ഷികൾക്കും ഇവിടെയുള്ള മാനുകൾക്കും മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സൈഡിലും പോണ്ടുകളൊക്കെ ഫുള്ളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഈ ക്യാമ്പായിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ താമസിച്ച് പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ വഴി തെറ്റിപ്പോയിട്ട് തിരിച്ചു വന്നപ്പോഴും വീണ്ടും വരെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സീനുകളൊക്കെ നമ്മുടെ വണ്ടിയുടെ മുകളിൽ നമ്മൾ ട്രൈപോഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല സൈലൻ്റ് ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, അവിടെ അറ്റത്ത് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നത് കണ്ടോ ക്യാമ്പായിട്ട്. അപ്പം അങ്ങനെയൊക്കെ രാത്രി വന്ന് ക്യാമ്പ് സ്റ്റേ ചെയ്യുമ്പോൾ വെള്ളമുള്ള സ്ഥലത്തൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇറങ്ങി എത്തിയ സ്ഥലം ഈ കാണുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മുടെ യാത്രയുടെ അവസാനത്തെ കാഴ്ചയാണ്. ഫ്ലമിംഗ് ഹൗസിനൊക്കെ കണ്ടു. അങ്ങനെ നമ്മുടെ എൻട്രി എക്സിറ്റ് ആവുന്ന ഈ ഭാഗത്ത് വരുമ്പോൾ നല്ലൊരു രസത്തിലൊരു ലാൻഡ് ക്രൂസറൊക്കെ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മറ്റൊരു ഔട്ട്ലെറ്റ് മർമ്മത്തിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ദുബായിലേക്ക് ഇവിടെ നിന്ന് യാത്ര തുടരുന്നു. ദുബായ് കഴിഞ്ഞ് ഷാർജയിലേക്ക് എത്തണം വൈകിട്ട്. അപ്പോൾ ബോർഡിൽ സൈഡ് ബോർഡൊക്കെ വളരെ വിസിബിളാണ്. നല്ലൊരു ചായ കുടിച്ച് ഞങ്ങൾ യാത്ര